ഇനി തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ കളിയിക്കാവിള കൊലപാതകവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു തുടർ സംഭവവികാസങ്ങൾ അങ്ങനെ പുറത്തുവരികയാണ്. കളിയിക്കാവിളയിലെ ക്വാറി ഉടമ ദീപുവിന്റെ കൊലപാതകത്തിൽ ഇപ്പോൾ ഒരാൾ കൂടി പിടിയിലായിരിക്കുന്നു. ഒളിവിലുള്ള മുഖ്യപ്രതി സുനിലിന്റെ സുഹൃത്ത് പ്രേമചന്ദ്രനാണ് പിടിയിലായത്. ഗൂഢാലോചനയിൽ നേമം സ്വദേശി പ്രേമചന്ദ്രനും പങ്കെന്ന് പോലീസ് പറഞ്ഞു. ഇരുവരുടെയും നിർദ്ദേശപ്രകാരമാണോ അമ്പിളി കൊല നടത്തിയതെന്ന് പോലീസ് പരിശോധിക്കും. ഹരിമോഹനുണ്ട് വിവരങ്ങൾ നൽകാനായി. ഹരി, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ പേരുണ്ട് എന്നുള്ള കാര്യത്തിൽ പോലീസിന് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ആൾക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നുള്ള വിവരങ്ങളാണോ പോലീസ് പുറത്തുവിടുന്നത്? ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 പേർക്കാണ് ആകെ പങ്കെന്നുള്ള നിഗമനത്തിലേക്കാണ് ഇപ്പോൾ കന്യാകുമാരി എസ് പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യപ്പെട്ട പ്രതി അമ്പിളി, ഒപ്പം തന്നെ പാറശാല സ്വദേശി സുനിലിന്റെ കടയിലെ സഹായിയും അദ്ദേഹത്തിന്റെ സുഹൃത്തുമൊക്കെയായിരുന്ന പ്രദീപ് ചന്ദ്രൻ, ഈ 3 പേർക്കാണ് ഇപ്പോൾ കേസിൽ പങ്കെന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു. ഇതിൽ പ്രദീപ് ചന്ദ്രനെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രദീപ് ചന്ദ്രനെ നെയ്യാറ്റിൻകരയിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് തമിഴ്നാട് പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ഗൂഢാലോചനയിലൊക്കെ തന്നെ പ്രദീപ് ചന്ദ്രൻ പങ്കാളിയായിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അതായത് അമ്പിളി ദീപു ഈ പണവുമായി പോകുന്നുണ്ട്, തമിഴ്നാട്ടിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള വിവരം അമ്പിളി സുനിലിനോട് പങ്കുവെച്ചപ്പോൾ ആ സമയം കൂടെ പ്രദീപ് ചന്ദ്രനും ഉണ്ടായിരുന്നു. ദീപുവിനെ കൊലപ്പെടുത്തി ഈ പണം കൈക്കലാക്കാം എന്നുള്ള നിർദ്ദേശം പങ്കുവെച്ചത് സുനിലും പ്രദീപ് ചന്ദ്രനുമാണ്. ഇതിന്റെ ആസൂത്രണം മുഴുവൻ നടത്തിയത് ഇവർ രണ്ടുപേരും ചേർന്നാണ്. അമ്പിളി കൃത്യം നടത്തുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ഏറെക്കുറെ കണ്ടെത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ സുനിലിനെ കൂടി കസ്റ്റഡിയിൽ കിട്ടിയാൽ മാത്രമാണ് ഇതിന്റെ മറ്റു വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ. എന്തായാലും പ്രദീപ് ചന്ദ്രനെ ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കുകയും തുടർന്ന് റിമാൻഡ് ചെയ്യുകയും ഉണ്ടാകും. ജിൽസി.